35 വർഷത്തെ പ്രവർത്തന പാരമ്പര്യവുമായി പഴയന്നൂർ കല്ലേപ്പാടം കോളേജ് ഓഫ് ടെക്നോളജി പ്രൈവറ്റ് ITI അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ഡ്രാഫ്റ്റ്മാൻ സിവിൽ, ഇലക്ട്രോണിക്സ് മെക്കാനിക്, ഇലക്ട്രീഷ്യൻ, ഫിറ്റർ, മെക്കാനിക് മോട്ടോർ വെഹിക്കിൾസ് തുടങ്ങിയ 5 ട്രെയിനിങ്ങുകളിലേക്കും അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. കോളേജ് ഓഫ് ടെക്നോളജി പ്രൈവറ്റ് ITI കല്ലേപ്പാടം, പഴയന്നൂർ. ലോഹിതദാസ് സ്മരണാർത്ഥം നടത്തിയ ഷോർട്ട് ഫിലിം തിരക്കഥാ മത്സരത്തിൽ 2ാം സ്ഥാനം നേടിയ സന്തോഷത്തിൽ ലോഹിതദാസിന്റെ ശിഷ്യൻ മേപ്പാടം സ്വദേശി ശ്രീനാഥ് ശിവ. ലോഹിതദാസ് സ്മരണാർത്ഥം നടത്തിയ ഷോർട്ട് ഫിലിം തിരക്കഥാ മത്സര വിജയികളെ പ്രഖ്യാപിച്ചു. ലോഹിതദാസ് എന്ന ഗുരുവിന്റെ അനുഗ്രഹത്താൽ അദ്ദേഹത്തിന്റെ ശിഷ്യനായ മേപ്പാടം സ്വദേശി ശ്രീനാഥ് ശിവ തിരക്കഥാ മത്സരത്തിൽ 2ാം സ്ഥാനം നേടി. ലോഹിതദാസിന്റെ ശിഷ്യനായിരുന്ന മേപ്പാടം സ്വദേശി ശ്രീവത്സത്തിലെ ശ്രീനാഥ് ശിവയ്ക്ക് സന്തോഷം കൊണ്ട് പറയാൻ വാക്കുകളില്ല. അദ്ദേഹത്തിന്റെ അനുഗ്രഹമാണ് ഇതിന് പിന്നിലെന്ന് ശ്രീനാഥ് പറയുന്നു. മലയാളത്തിലെ പ്രശസ്ത തിരക്കഥാകൃത്തായിട്ടുള്ള നമ്മുടെയൊക്കെ പ്രിയങ്കരനായിട്ടുള്ള ശ്രീ ലോഹി സാറുടെ സ്മരണാർത്ഥം നടന്നിട്ടുള്ള ഒരു തിരക്കഥ കോമ്പറ്റീഷനായിരുന്നു. അപ്പോൾ അതിൽ എൻ്റെ ഗുരു കൂടിയാണ് അദ്ദേഹം. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പേരിൽ മികച്ച 2ാമത്തെ തിരക്കഥയ്ക്കുള്ള ഒരു അവാർഡ് ലഭിക്കുകയാണ്. ഏറ്റവും വലിയ സന്തോഷം. ഞാൻ സെക്ഷൻ 306 IPC എന്ന് പറഞ്ഞ സിനിമ സംവിധാനം ചെയ്ത് 2023 ഏപ്രിലാണ് ആ സിനിമ റിലീസ് ചെയ്തത്. പുതിയ സിനിമയുടെ പണിപ്പുരയിലാണ്. സർവജ്ഞപീഠം എന്ന ഷോർട്ട് ഫിലിമിനാണ് അവാർഡ് ലഭിച്ചത്. ലോഹിതദാസിന്റെ 16ാം ഓർമ്മദിനത്തിന് മുന്നോടിയായി നടത്തിവരുന്ന ഷോർട്ട് ഫിലിം തിരക്കഥാ മത്സരത്തിന്റെ അവാർഡുകളാണ് പ്രഖ്യാപിച്ചത്. 1ാം സ്ഥാനം പ്രശസ്ത ചെറുകഥാകൃത്ത് VKK രമേശിനും, 2ാം സമ്മാനം ശ്രീനാഥ് ശിവ, 3ാം സ്ഥാനം ഷാഹിദ് CAK ഈരാറ്റുപേട്ട, കോട്ടയം എന്നിവർക്കാണ്. മത്സരത്തിൽ വന്ന തിരക്കഥയുടെ മികവ് നിലനിർത്തി 11 പേർക്ക് പ്രോത്സാഹന സർട്ടിഫിക്കറ്റും നൽകുന്നുണ്ട്. ഞാൻ ഫിലിം ഷൂട്ടിൽ നിന്ന് പാസ്സായി ഇറങ്ങിയതിന് ശേഷം നിരവധി സിനിമാ സംവിധായകരുടെ കൂടെ സഹസംവിധാനമായിട്ട് പ്രവർത്തിച്ചതിന് ശേഷം ലോഹി സാറിൻ്റെ കൂടെ 2007 ഞാൻ ലോഹി സാറിൻ്റെ അടുത്തേക്ക് വരുന്നത്. അതിനു മുമ്പ് അദ്ദേഹത്തെ കണ്ടിട്ടുണ്ട്, പരിചയപ്പെട്ടിട്ടുണ്ട്. 2009 അദ്ദേഹം വിട പറയുന്നത് വരെ ഞാൻ അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്നു. ചെമ്പട്ട് എന്ന് പറയുന്ന സിനിമ അന്ന് അദ്ദേഹം എഴുതിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അതിൻ്റെ കൂടെയാണ് ഞാൻ ആസ്റ്റ് ചെയ്തത്. വളരെ ചെറിയ കാലയളവാണ് ഞാൻ അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ പോലും അദ്ദേഹത്തിൻ്റെ എഴുത്തിൻ്റെ എന്താ പറയുക ഒരു തലം, ആ തലത്തിലേക്ക് ആ തലത്തിൽ അദ്ദേഹത്തിൻ്റെ കൂടെ നിൽക്കുമ്പോൾ നമുക്കതെല്ലാം പകർന്ന് കിട്ടിയെന്ന് വിശ്വസിക്കുന്നു. അദ്ദേഹത്തിൻ്റെ പേരിൽ തന്നെ എനിക്കൊരു അവാർഡ് കിട്ടിയത്, അത് എന്താ പറയുക, ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. വലിയ സന്തോഷമാണ്. ജൂൺ 28 വൈകിട്ട് 4:30 കേരള സാഹിത്യ അക്കാദമി സ്മൃതി മണ്ഡപത്തിൽ വെച്ച് നടക്കുന്ന ലോഹിതദാസ് സ്മരണ പുഷ്പാർച്ചനയിൽ ഏവർക്കും സർട്ടിഫിക്കറ്റുകൾ നൽകും. ചിൽഡ്രൻസ് ഫിലിം ക്ലബ്ബാണ് ചടങ്ങ് സംഘടിപ്പിക്കുന്നത്. തീർച്ചയായിട്ടും ഫാമിലിയാണ് ആദ്യം പറയുന്നത്. അമ്മയാണ് എന്നെ ഫിലിം ഷൂട്ടിൽ കൊണ്ടാക്കിയത്. അമ്മയുടെ ട്രീറ്റ്മെൻറ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ്, ക്യാൻസറിൻ്റെ ട്രീറ്റ്മെൻറ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അമ്മ വയ്യ, അപ്പോൾ അമ്മയെ നോക്കുന്നത് ഞാനാണ്. അപ്പോൾ ആ കഥയാണ് ഞാൻ സർവജ്ഞപീഠം എന്ന് പറഞ്ഞ പേരിൽ എഴുതിയത്. നമുക്കെല്ലാവർക്കും ജീവിതത്തിൽ ഉണ്ടാവും, എന്താ പറയുക, എല്ലാം കഴിഞ്ഞ് എല്ലാം നേടിയെടുത്തിട്ടും അവസാനം നമ്മൾ വന്നിരിക്കുന്ന ഒരു പീഠമാണ് സർവജ്ഞപീഠം. നമ്മൾ എന്ത് നേടി ജീവിതത്തിൽ എന്നൊക്കെ നമുക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ അതിനൊരു ഉത്തരം ഉണ്ടാവില്ല. അതാണ് ആ കഥ, ആ സർവജ്ഞപീഠം എന്ന് പറയുന്ന തിരക്കഥ. അതാണ് ഏറ്റവും ആദ്യം ഞാൻ അമ്മയ്ക്ക് നന്ദി പറയുന്നു. പിന്നീട് എൻ്റെ കൂടെ നിൽക്കുന്ന വൈഫ്, എൻ്റെ കൂട്ടുകാർ, മക്കൾ, എൻ്റെ കഴിഞ്ഞ സിനിമയുടെ പ്രൊഡ്യൂസേഴ്സ്, പിന്നെ എല്ലാവരും, എന്നെ സ്നേഹിക്കുന്ന എൻ്റെ ചുറ്റുമുള്ള എല്ലാവരോടും നന്ദി പറയുന്നു. CCV ന്യൂസ്, ചേലക്കര.